വണക്കോ മകളെ ഗൈസ്. അപ്പം നമുക്കില്ലേ ഒരു വണ്ടി മോഡിഫൈ ചെയ്യണം. ആ വണ്ടിയുടെ സ്പീഡ് കൂട്ടണം, കളറ് മാറ്റണം, വണ്ടി ഒരു ടോട്ടൽ ഇതാക്കണം. നിങ്ങളെൻ്റെ ഫ്രണ്ടിൽ കാണുന്നതല്ല, ആ വണ്ടി എൻ്റെ പുറവിലാണ് ഗൈസ് ഇപ്പോൾ ഉള്ളത്. അതാണ് നമ്മുടെ ഓംനി ഗൈസ്. ഞാൻ ഒരു നല്ല ഓംനി വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഓംനിക്ക് സ്പീഡൊന്നുമില്ല. കണ്ടോ, സ്പീഡൊന്നുമില്ല. അതിൻ്റെ സ്പീഡ് ഇതാ മാക്സിമം ഇത്രയേ ഉള്ളൂ. കൂടിപ്പോയാൽ ഇത്രയും കയറും. അയ്യേ ഗൈസ്, വണ്ടിയുടെ സ്പീഡ് നോക്കിയേ. ഇനി നമുക്കിത് മോഡിഫൈ ചെയ്തില്ലേ നല്ല പവറാക്കി എടുക്കണം. നല്ല പവറെന്ന് വെച്ചാൽ നല്ല പവറാക്കണം വണ്ടി. ഇതെന്തു ഇത് ഫോർച്യൂണറാണോ ഗൈസ് ഈ പതുക്കെ പോകുന്ന ലെജൻഡർ? നമുക്കിനി ഇത് മോഡിഫിക്കേഷൻ ഷോപ്പിൽ കൊണ്ടുപോകാം ഗൈസ്. നമ്മൾ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. പിന്നെ എൻ്റെ ഡോറൊക്കെ ഞാൻ വരുന്ന വഴിക്ക് ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. കാരണം ഗൈസ് ഈ ഡോറൊക്കെ നമ്മൾ വെക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ആക്സിഡൻ്റ് ആയ വണ്ടി പിന്നെ പറക്കും, കളറൊക്കെ മാറ്റി പിന്നെ സെറ്റാക്കണം ഗൈസ്. അത് കാരണം നാളെ രാത്രി നാളെ വൈകിട്ട് വരണം, ഈ സമയത്ത് തന്നെ. ഇപ്പോൾ ഗൈസ് ചേച്ചി ഇനി നാളെ വൈകിട്ട് കാണാം ഗൈസ്. ഞാൻ ആ വണ്ടി നമ്മുടെ റെഡി ആക്കിയിട്ടുണ്ട്. ലൈറ്റൊന്നും ഫിക്സ് ചെയ്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ലൈറ്റൊന്നും അതിൻ്റെ അത് ഫിക്സ് ചെയ്തില്ല. ചുമ്മാ കറുത്ത ആർഡർ അടിച്ച് മറ്റേ പൊട്ടിയ ഗ്ലാസിൻ്റെ ചിത്രവും ഒട്ടിച്ച് പിന്നെ നമ്മുടെ ഇൻറ്റീരിയറൊക്കെ മാറ്റി, അത്രേ ഉള്ളു. ആൻഡ് 3, 2, 1, 0. എപ്പടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. ബട്ട് ഗൈസ് ഇതാ നമ്മളെ മോഡിഫിക്കേഷൻ ചേട്ടൻ ചെയ്തു തന്നെ. വണ്ടി തൊട്ടങ്ങ് പറക്കുമോ ഗൈസ്. ഇതിൻ്റെ അകത്ത് മിക്സഡ് എൻജിനാണ് ഗൈസ്. ഈ ലോകത്തെ എല്ലാ വണ്ടിയുടെയും സ്പീഡ് കയറ്റിയിട്ടുണ്ട്. എല്ലാം എന്ന് വെച്ചാൽ 3 വണ്ടി: നിസാൻ GTR, ടൊയോട്ട സുപ്ര, മസ്താങ്, പിന്നെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്, കോൺസെപ്റ്റ് ജസ്കോ. വണ്ടി തൊടുമ്പോൾ തന്നെ പറക്കും. ഒരു ബൈക്കിൻ്റെ എൻജിനും കയറ്റിയിട്ടുണ്ട് മിക്സഡായിട്ടാ. അത് ഹയാബൂസ. കണ്ടോ വണ്ടി പറക്കല് കണ്ടോ. ഹയാബൂസയുടെയൊക്കെ പവറായി വണ്ടിക്ക്. എൻ്റെ മോന് വൈബ്. ഞാനും കറുപ്പ്, വണ്ടിയും കറുപ്പ്. നമ്മൾ വേടനാ ഗേസ്, വേടൻ. നിങ്ങൾക്ക് എൻ്റെ പേര് ഇതുവരെ നമുക്ക് അറിഞ്ഞുകൂടാ. മാരി എന്നാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് പക്ഷെ എൻ്റെ പേര് അറിഞ്ഞുകൂടാ. ഉണ്ടോ ഗേസ് ഇടി. പിന്നെ ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കൂട്ടി. ഈ സ്റ്റിക്കർ കണ്ടോ ഗേസ്, ഗ്ലാസ് പൊട്ടിയ രീതിയിലുള്ള. പക്ഷെ അകത്തുനിന്ന് നോക്കുമ്പോൾ ഗ്ലാസ് പൊട്ടിയില്ലല്ലേ, അതാണ് ഗേസ്. ഈ വണ്ടി നല്ല പവറായിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യണം ഗേസ്. ഇനി നമ്മൾ ചിലപ്പം ഈ വണ്ടിയെ യൂസ് ചെയ്യും. ചിലപ്പോൾ എൻ്റെ ഡോറൊക്കെ ഫിക്സ് ചെയ്യും. അതൊന്നും കുഴപ്പമില്ല, നല്ല രസമില്ല. ഇൻറ്റീരിയറൊക്കെ മാറ്റി ഗേസ്. വലിയ 2 സ്ക്രീൻ വെച്ച്, പിന്നെ പാട്ടിടുന്ന സെറ്റപ്പ്, അടിയിൽ ഇച്ചിരി ബൂട്ട് സ്പേസ്, പിന്നെ ഒരു മാറ്റും വിരിച്ച് ഗേസ് നമ്മൾ. ഇനി ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് നമ്മൾ ചാടാൻ പോവുക ഗേസ്. ഇച്ചിരി ഇച്ചിരി അല്ല, ഇച്ചിരി തോനെയും വെറൈറ്റി അല്ലേ ഗേസ്. ഇവിടുന്ന് ചാടാം. ഈ വണ്ടി എത്ര അടിച്ചാലും ഒന്നും പറ്റില്ല ഈ വണ്ടിക്ക്. ഈ വണ്ടി കൂളായിട്ടിരിക്കും ഗേസ്. നമ്മൾ പറക്കും ഗേസ്. ഗായ്സ് വണ്ടി ഇതാ പറക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ഇതിങ്ങനെ കുളത്തില കേസ്. അത് കാരണം എനിക്കൊന്നും പറ്റിയില്ല, വണ്ടിക്കും പറ്റിയില്ല. പക്ഷെ ഞാൻ വണ്ടിയിൽ നിന്ന് വീണ്. വണ്ടി അതായിരിക്കുന്നു എൻ്റെ വണ്ടി. എൻ്റെ വണ്ടി വെള്ളത്തിൽ മുങ്ങിയോ.
അയ്യോ ഗായ്സ്, എൻ്റെ വണ്ടി എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയെങ്കിലും ഞാൻ JCB അങ്ങനെ വിളിച്ചോണ്ട് വരട്ടെ ഗായ്സ്. ഇനി അതിലേ പറ്റൂ. വിളിച്ചു കയറ്റാൻ പറ്റത്തില്ല. പോയി JCB വിളിച്ചോണ്ട് വരാം ഗായ്സ്. എനിക്ക് ഹലോ ഗായ്സ്, കഷ്ടപ്പെട്ട് ഞാൻ വണ്ടി അതിൻ്റെ അകത്തുനിന്ന് കയറ്റിയിട്ടുണ്ട് ഗായ്സ്. അതോ അങ്ങ് നടന്ന കേസ് വണ്ടി ഞാൻ കഷ്ടപ്പെട്ട് കയറ്റി. ഇതെന്തോ എനിക്ക് നീന്താം. നീന്തി ഭയങ്കര പാടായിരുന്നു കേസ്. ഞാൻ അങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് JCB ഒന്നും വിളിച്ചില്ല. ഞാൻ ഞങ്ങളുടെ സക്കത്തർബായിനെ വിളിച്ചു. സക്കത്തർബായി ഒരു വലിയ ഡിപ്പറൊക്കെ ആയിട്ട് വന്ന കേസ്. അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ അടുത്ത് പിന്നെ താറിൻ്റെ എഞ്ചിനും കയറ്റിയിട്ടുണ്ട്. മറ്റേ നമ്മൾ വണ്ടി കയറാൻ പറ്റുന്നില്ലായിരുന്നു, അതാ പ്രശ്നം. ഏത് കാട്ടിലും ഈ വണ്ടി കയറിപ്പോവും. അപ്പോൾ കേസ് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം കേസ്. വീട് ഇതുണ്ടോ കേസ്? വണ്ടി ജെറ്റി. അയ്യോ, വണ്ടിക്കൊന്നും പറ്റത്തില്ല. പക്ഷെ വണ്ടി ബുള്ളറ്റ് പ്രൂഫ്, എല്ലാം പ്രൂഫാണ് കേസ് വണ്ടി. പക്ഷെ വണ്ടി കത്തിപ്പോകുന്നേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്കല്ല, ഒരു കത്തിപ്പോകും കേസ് ചില സാഹചര്യത്തിൽ. ഈ വണ്ടി നമ്മൾ അത്രയ്ക്ക് ചൂടാക്കില്ല. എൻ്റെ എൻജിൻ ചൂടാക്കിയാൽ പൊട്ടിത്തെറിക്കും. ഇത്രയും ഇതിൻ്റെ എല്ലാം ഇത് കയറ്റിയല്ലേ കേസ്. അത് കാരണം നമ്മളിത് ചെയ്തുകൂടാം. സ്കോർപ്പിയോൻ മോട്ടാ. കൊള്ളാമല്ലേ. ആ വണ്ടിയാണ് എല്ലാം പൊട്ടി കേസ്. ഇനി നമുക്ക് നമ്മുടെ വീട് ഇത്തിരി മാസമായിട്ട് കയറ്റാൻ കേസ്. മാസ്മരികം. ഏത് വൈബ്, അംബാനി വൈബ്. അയ്യോ, എൻ്റെ ഡിഫൻഡർ പോച്ച്. ഒന്നും പറ്റിയില്ല കേസ്. പക്ഷെ നമുക്ക് ഈ വണ്ടി എവിടെ ഇടണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ബെസ്റ്റ് സ്പോട്ട് കിട്ടി ഗൈസ്. പിന്നെ ഇതിൻ്റെ ഡോറ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യണം. ഡോറും ഗ്ലാസ് സ്റ്റിക്കറും ഒന്ന് മാറ്റണം ഗൈസ്. അതൊന്ന് പണിഞ്ഞിട്ട് വരാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ബെസ്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ നമുക്ക് വണ്ടി വെക്കാം ഗൈസ്. ശരി ഗൈസ്, ഞാൻ ഒന്ന് അങ്ങോട്ട് പോട്ടെ. ഗൈസ്, ആ സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിഫൻഡർ എടുത്ത് ഞാൻ ഈ സൈഡിലോട്ട് ഇട്ട് ഗൈസ്. ഇനി നമുക്ക് ആ സാധനം കാണാം. 3, 2, 1 വണക്കോ, നല്ല രസമില്ലേ ഗൈസ്. പിന്നെ ഡോറൊക്കെ ഫിറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി മെനയും ഇതൊക്കെ വന്ന്. എൻ്റെ ഇൻസൈഡ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. വണ്ടി 7 സീറ്റർ അല്ലേ? 7 സീറ്റർ കേസ്. ഇത് കണ്ടോ കേസ്, ആക്സിലേറ്റർ ഇതെല്ലാം പാടോ. ഇതിന് 2 ABC അല്ലേ, ഇതിൻ്റെ അകത്ത് CB ഉള്ളു. CB അതാ ABC എന്ന് പറയുന്ന ആക്സിലേറ്റർ, ക്ലച്ച്, പിന്നെ ബ്രേക്ക്. പക്ഷെ ഇതിൻ്റെ അകത്ത് ബ്രേക്കും ക്ലച്ചും ഉള്ളു കേസ്. CB അത്. പിന്നെ ആൾ വീൽ ഡ്രൈവും, ആൾ വീൽ ഡ്രൈവ്. ഇതൊന്നും ക്ലിയർ അല്ല. ഇതാ 2 സ്ക്രീന്, പുറവിതാ. ഇവിടെ 5-6 ആൾക്കാർക്ക് കിടക്കാം, ഇവിടെ ഇരിക്കാം, പുറവിലും ഇരിക്കാം. ഇതെന്തോ നമ്മുടെ അപ്പോൾ ഗൈസ്, ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇങ്ങനത്തെ വെറൈറ്റി പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഞാൻ പോന്നു. അടി സക്കേ.